അപ്പോസ്തോലിക സഭകൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു അവബോധമുണ്ടാകണം. ഇന്ന് നമ്മിൽ പലരും പലയിടത്ത് പോകും, അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കും, അവിടെ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരും. ഇതൊന്നും നിങ്ങളുടെ ചിന്തയിൽ തെറ്റായിരിക്കുകയില്ല. എന്താണ് അപ്പോസ്തോലിക സഭകളെന്ന് പറഞ്ഞാൽ, അപ്പോസ്തോലികമായ കൈവപ്പ് ലഭിച്ചിട്ടുള്ള ഒരു സഭ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒരു തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ കർത്താവ്, നീ നിൻ്റെ ശിഷ്യന്മാർക്ക് നൽകി, ശിഷ്യന്മാർ പ്രധാനാചാര്യന്മാർക്ക് നൽകി, പ്രധാനാചാര്യൻ എനിക്ക് നൽകിയിട്ടുള്ള കൈവപ്പിനാൽ ഈ നിന്റെ മകൻ്റെ ശിരസിൽ കൈവപ്പ്. ഇതാണ് അപ്പോസ്തോലികം. ഇതെനിക്ക് തന്നെ ഉണ്ടാകുന്ന ഒന്നല്ല. പൗരോഹിത്യം എന്ന് പറയുന്നത് അപ്പോസ്തോലിക സഭകൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, അപ്പോസ്തോലികമായ കൈവപ്പുള്ള സഭയ്ക്കാണ് അപ്പോസ്തോലിക സഭകൾ എന്ന് പറയുന്നത്. രണ്ട്, അപ്പോസ്തോലന്മാർ പഠിപ്പിച്ച വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ആളുകൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? നാം പലപ്പോഴും സത്യവിശ്വാസത്തെക്കുറിച്ച് പറയും. എന്താണ് പ്രിയപ്പെട്ട മക്കളെ സത്യവിശ്വാസം? സത്യവിശ്വാസം എന്ന് പറയുന്നത് നിത്യാവിശ്വാസ പ്രമാണം. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബേസിക്. ഈ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് ഒരിടം മാറിക്കഴിഞ്ഞാൽ അത് സത്യവിശ്വാസമല്ലത്. സത്യവിശ്വാസത്തിൻ്റെ ആൾരൂപം എന്ന് പറയുന്നത്, സത്യവിശ്വാസം എന്ന് പറയുന്നത് നാം ചൊല്ലുന്നതായ വിശ്വാസ പ്രമാണമാണ്. അത് 318 പിതാക്കന്മാർ പലയിടങ്ങളിൽ നിന്ന് കൂടി വന്ന് മാബൂഗിലെ മൊർപ്പിലക്സീനോസ് ബാവായുടെ രക്തത്തിലാണ് അതിന് മുദ്ര വച്ചിരിക്കുന്നത്. അത്ര കണ്ട് വിശുദ്ധമായതൊന്നാണ് ഈ വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണം പണ്ടുള്ള കാലങ്ങളിൽ നമ്മുടെ അമ്മയപ്പന്മാർ പറയും, കുഞ്ഞുങ്ങൾക്കൊരു ഭയമുണ്ടെങ്കിൽ മോനെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് കിടക്ക്. നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ, സാത്താൻ രൂപത്തിനുണ്ടെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കിടക്ക്. അവിടെ അത് മാറ്റപ്പെട്ടു പോകും. അപ്പോൾ അപ്പോസ്തോലികമായ കൈവപ്പ്, അപ്പോസ്തോലികമായ വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പൗലോസ്ലീഹ ചൊല്ലുന്നൊരു പാട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് മാലാഖാവെന്ന് പറഞ്ഞാലും നിങ്ങൾ അതിൻ്റെ പിറകെ പോകരുത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പം നാം മനസ്സിലാക്കേണ്ടത്, അത് അപ്പോസ്തോലിക സഭകളാണ് വിശുദ്ധ കുർബാനയെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന്, അപ്പോസ്തോലിക കൈവപ്പുണ്ടാകണം, അപ്പോസ്തോലിക വിശ്വാസമുണ്ടാകണം. 3, അപ്പോസ്തോലന്മാരുടെ ദൗത്യ നിർവഹണം. അതാണ് അപ്പോസ്തോലന്മാർ ചെയ്തതായ വിശുദ്ധ കുർബാന, പട്ടംകൊട, പള്ളികൂദാശ. ഇതെല്ലാം അപ്പോസ്തോലന്മാർ ചെയ്തത് അതേപോലെ തന്നെ തീർച്ചയായിട്ടും നിർവഹിക്കുന്ന സഭകൾക്കാണ് അപ്പോസ്തോലിക സഭകൾ എന്ന് പറയുന്നത്. റോമൻ കത്തോലിക്ക സഭ, സിറിയൻ ഓർത്തഡോക്സ് സഭ, അർമീനിയൻ സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, എത്യോപ്യൻ സഭ, ഇതൊക്കെയും ഈ പറയുന്ന എപ്പിസ്കോപ്പൽ അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭയിൽ പെടുന്നതാണ്. മറ്റ് ചില ഘടകങ്ങൾ നമ്മുടെ കേരളത്തിലുമൊക്കെയുണ്ട്. അപ്പം ഇതൊക്കെ അപ്പോസ്തോലിക സഭകളെന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈറാർക്കി ഉള്ളതിനെയാണ് അപ്പോസ്തോലിക സഭകളെന്ന്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഒരു സഭയിൽ പോയി, ഒരു കൂട്ടായ്മയിൽ പോയി അവിടെ ഇരുന്ന് ഞാൻ പാടി, അതുകൊണ്ട് തന്നെ ആ തെറ്റ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി തെറ്റുകളുണ്ട്. അതുകൊണ്ടാണ് നാം വികലമായി പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അപ്പോസ്തോലിക സഭകളാണ് ഏറ്റവും അതിനെ നന്നായി ആദരിക്കുന്നതും അതിന് പ്രാധാന്യം കൊടുക്കുന്നതും. ആണ്ടുകൾ പോയാലും മായുകയില്ലേ വിശ്വാസം, 1000 ആണ്ടുകൾ പോയാലും മായുകയില്ലേ വിശ്വാസം, 1000 ആണ്ടുകൾ പോയാലും മായുകയില്ലേ വിശ്വാസം. അന്ത്യോക്യാതൻ വിശ്വാസം അണയാതെ കാക്കും ഞങ്ങൾ, 1000 ആണ്ടുകൾ പോയാലും മായുകയില്ലേ വിശ്വാസം, 1000 ആണ്ടുകൾ പോയാലും മായുകയില്ലേ വിശ്വാസം, 1000 ആണ്ടുകൾ പോയാലും മായുകയില്ലേ വിശ്വാസം.